കാലേ എന്ന് சொல்லி എന്നെ ചൊല്ല. ഞാൻ എന്റെ പാട്ട് തന്നെ അങ്ങനെ ഇരുന്ന് കേൾക്കാറില്ല. ഉണരും കാலை பொழுதே முழுமதியும் தீர்ந்து போவதில்லையே. நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போதவில்லை. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ വിധുചേട്ടൻ്റെ ഭയങ്കര ഫാൻ. ഞാൻ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് ഒരാൾ പുറകിൽ നിന്ന് കണ്ടിട്ട് എന്നെ മനസ്സിലാക്കി ഈ മുടി കണ്ടിട്ട്. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ടുള്ള പാട്ടുകൾക്കാണ് ഞാൻ ഓപ്പണിംഗ് നന്നാക്കാൻ തുടങ്ങിയത്. മറ്റേത് എനിക്ക് ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോഴാണ്, ഒരു ചരണമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര വാമപ്പ് ആവും. ഓഡീഷന് പിന്നെ പോകുമ്പോഴത്തേക്ക് നമ്മൾ സീറോ ഹോപ്പാണല്ലോ, ഒരു പ്രതീക്ഷയില്ല കിട്ടുമെന്ന് പോലും. എങ്ങനെയും കഴിഞ്ഞിട്ട് അടുത്ത ജോലി ഉണ്ടല്ലോ, അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക. പന്നീரை തൂവും മഴை ജില്ലെன்ற കാറ്റിൻ അലൈ ചേർന്നാടും ഇന്നേരമേ. പാടിയിട്ട് എത്ര പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ ഓർത്ത കയറുന്നത് ഭയങ്കര ടെൻഷനായിരിക്കും. ഈ ഗ്രൂമിങ് ഡേയ്സും ഷൂട്ടും അടക്കം 6 ദിവസം ഉണ്ടാവും നമുക്ക്. ഈ 6 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പറ്റാ, ഇനി 6 ദിവസം ഞാൻ ചില്ല് ചെയ്യാൻ പോകും. അങ്ങനെ ഞാൻ ഇറങ്ങുന്നത്. ഞാൻ ആക്ച്വലി ഐസ്ക്രീമെല്ലാം നന്നായിട്ട് കഴിക്കുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഞാനൊരു 2 മാസമായിട്ട് കഴിക്കുന്നില്ല. പക്ഷെ ഷൂട്ടിന്റെ ദിവസം തേൻ കഴിക്കും. തേൻ കഴിച്ചാൽ പാടുന്ന സമയത്ത് തൊണ്ട ഡ്രൈ ആവില്ല. ഇത്ര കുറച്ച് നേരം കൊണ്ട് ഓർത്തതിൽ ഞാൻ വീണ്ടും കൃഷ്ണശ്രീയെ തന്നെ വിജയിച്ചായി പ്രഖ്യാപിക്കുന്നു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. പലപ്പോഴും ഈ പാട്ടുകൾ പാടുമ്പോഴേ ഓപ്പണിംഗ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഈ ഓപ്പണിംഗ് കേൾക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ കൃഷ്ണ പാടുന്ന ഓപ്പണിംഗ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി മാത്രം താല്പര്യമുള്ള കുറച്ച് ആളുകളുണ്ട്. ഈ ഓപ്പണിംഗിന് മാത്രം ഒരു കൈയടിയും കിട്ടുന്നുണ്ട്. ഈ പടത്തിലൊക്കെ നായകന്മാരൊക്കെ കാണിക്കുന്ന ഒരു കൈയടി കിട്ടുന്നത്. അതുപോലെ ഇതിനെ പറ്റി അവയറാണ്. ഓപ്പണിംഗ് ആണ് എന്റെ സ്ട്രോങ് ഏരിയ. അതെപ്പോഴാണ് കിട്ടിയത്? ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള പാട്ടുകൾക്കാണ് ഞാൻ ഓപ്പണിംഗ് നന്നാക്കാൻ തുടങ്ങിയത്. മറ്റേത് എനിക്ക് ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോഴാണ്, ഒരു ചരണമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര വാമപ്പ് ആവും. നമ്മൾ ശബ്ദം പാടി ആവുമല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിഹേഴ്സൽ ഉണ്ടാവും. റിഹേഴ്സലിന് കുറെ അങ്ങ് പാടും. അപ്പൊ നമ്മൾ തൊണ്ട താനെ വാമപ്പ് ആയിക്കോളും, തുറക്കും. എന്നിട്ട് ടേക്ക് തുടങ്ങും. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ആ ടെക്നിക്ക് പിടികിട്ടിയത്. ഓപ്പണിംഗ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ. ഈ അയ്യങ്കാർ വീട്ടുകാണോ പാടുക, അതോ എന്നെ പോയി എന്നില്ലാവേ, ഏതാ പാടാൻ എളുപ്പം? ഇപ്പൊ എന്നെ പൊണ്ണല്ലേ പാടാം. ഓക്കെ, ശരി. பன்னீரை தூவும் மழை ஜில்லென்ற காற்றின் அலை சேர்ந்தாடும் இந்நேரமே என் நெஞ்சில் என்னென்னவோ வண்ணங்களாடும் நிலை என் ஆசை உன்னோரமே வெண்ணீலவானில் அதில் என்னென்ன மேகம் ஊர்கோலம் போகும் அதனுள்ளாடும் தாகம் புரியாதோ எண்ணமே அன்பே என் இனிய பொன் நிலாவே பொன் നിലവിലൻ കനാവേ. ഈ വാരണമായത്തിന്റെ ഒരു സീനുണ്ട്. ഈ സൂര്യ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അച്ഛനും മകനും സൂര്യ തന്നെയാണ്. ഇതിങ്ങനെ പാടിക്കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. ബ്യൂട്ടിഫുൾ, അടിപൊളി. ഈ ഹെയർ സ്റ്റൈൽ എത്ര കാലമായി ഇങ്ങനെ വെക്കാൻ തുടങ്ങി? ഇത് എനിക്ക് തോന്നുന്നു ഈ സ്റ്റാർ സിംഗറിന് വരുന്നതിന് ഒരു 3-4 മാസം മുമ്പ് വളർത്താൻ തുടങ്ങിയതാ. ഓ, അതിന് മുമ്പ് ഷോർട്ട് ഹെയർ ആയിരുന്നു? ഷോർട്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതിപ്പോ ഗാനമേളയുള്ള സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴപ്പോ ഇതൊക്കെ ഒരു ഐഡന്റിറ്റി ആണ്, അങ്ങനെ പറയുന്നുണ്ട് ആളുകൾ. മുടി ഒരു വലിയൊരു ഐഡന്റിറ്റിയാണ്. കാരണം ഞാൻ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് ഒരാൾ പുറകിൽ നിന്ന് കണ്ടിട്ട് എന്നെ മനസ്സിലാക്കി ഈ മുടി കണ്ടിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ നടന്നിങ്ങനെ പോവാ. അപ്പൊ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല വിതുരാജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തുള്ള ആളെ ഇങ്ങനെ ചൂണ്ടി കാണിച്ച് അങ്ങനെ ഷോ കാണാറുണ്ട്. ഇവിടെ മുടി കണ്ടിട്ടാ മനസ്സിലായെന്ന് പറഞ്ഞിട്ട്. ഏത് പടം കാണാനോ? വാഴ 2 കാണാൻ പോയി. ഈ തിരക്കുകളുടെ ഇടയിലേ പുതിയ പാട്ടുകൾ പഠിക്കാൻ നേരം കിട്ടാറുണ്ട്. ഇപ്പൊ ഈ വാഴത്തൊക്കെ ഇപ്പൊ തൂക്കി ചുവന്ന കരങ്ങളോടെ, അല്ലെങ്കിൽ വാനില ചെടി, ഇതൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കാനൊക്കെ ഈ തിരക്കിനിടെ പറ്റാറുണ്ടോ? ഇല്ല, അങ്ങനെ പുതിയ പാട്ടുകൾ അങ്ങനെ പഠിക്കാൻ ഞാൻ ഷോയില് പഠിക്കേണ്ട പാട്ടുകളാണ് കൂടുതലും. പണ്ടൊന്നും പാട്ട് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് പാട്ട് കൂടുതലും പഠിക്കാൻ തുടങ്ങിയത്, കേൾക്കാൻ തുടങ്ങിയതും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ഈ ഒരു ഫീൽഡ് ആയിരുന്നല്ലോ താല്പര്യം, ഈ ഒരു ഫീൽഡായിരുന്നു. അപ്പം പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ബേസ് അങ്ങനെ അത്രയ്ക്ക് ഞാൻ അങ്ങനെ ക്ലാസ്സിലൊന്നും
കണ്ടിന്യൂസ് ആയിട്ട് പോകാതെ വന്നിട്ട് ബേസ് അത്രയ്ക്ക് ഇതല്ല. ഓക്കെ അല്ല. ക്ലാസ് ഇപ്പം ഉണ്ട്, ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബേസ് കുറച്ച് കുറവാ കിട്ടി. ആരാ അപ്പൊ ഓഡിഷന് പോവാൻ പറഞ്ഞ? അത് വലിയൊരു കഥ. ആ ഓഡീഷന് സത്യം പറഞ്ഞാല് അച്ഛനും അമ്മയാണ് പറഞ്ഞത് ഓഡീഷൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. എനിക്കാണെങ്കിൽ താല്പര്യം, ഞാൻ ഈ ഒരു ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് സിനിമ ആ ഒരു പക്ഷെ എഡിറ്റിംഗ് ആളുകളൊക്കെ പറയില്ലേ നീ നന്നായി പാടുന്നുണ്ടോ, നീ വലിയ പാട്ടുകാരനാണെന്നൊക്കെ പറയുമ്പോ അപ്പോഴും വേണ്ട എനിക്ക് ക്യാമറമാൻ ആയാൽ മതി, അങ്ങനെയാണോ? എനിക്ക് താല്പര്യം ഈ ഒരു മേഖലയായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പം ഫുള്ളി അങ്ങോട്ട് ഞാൻ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് എനിക്ക് സ്റ്റാർ സിംഗറിൽ നിന്നുള്ള ഓഡീഷനെ കണ്ടത്. അപ്പം വീട്ടുകാർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പോയി നോക്ക്, കിട്ടോ കിട്ടായിരിക്കോ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നാണ്. അങ്ങനെ അല്ല, അപ്പൊ ഇങ്ങനത്തെ പാട്ട് പാടാനൊക്കെ പോകുമ്പോ അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഈ ഓഡിഷനൊക്കെ പോകുമ്പോൾ? കാരണം ഓഡിഷനെ കുറിച്ച് അത്രയധികം ആൾക്കാരും ജനവും ഒക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ആ സിംഗറിന്റെ പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ബേസ് ആയിട്ട് പാടാൻ അറിയുന്ന ആളുകളുടെ ഏറ്റവും വലിയ അത്രയും അടിപൊളിയായിട്ട് പാടുന്ന ആളുകൾ വരെ ഉണ്ട്, ആ റേഞ്ച് വരെ ഉണ്ട്. അപ്പൊ പേടിയോ അങ്ങനെ കോൺഫിഡൻസ് കുറവൊക്കെ തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? പേടി എപ്പോഴും, ടെൻഷൻ എപ്പോഴും ഉണ്ട് എനിക്ക്. ടെൻഷൻ എനിക്ക് ഏത് പാട്ട് പാടാൻ കയറിയാലും ടെൻഷൻ കാണും. ഓക്കെ. അത് ഓഡീഷനാണ്. ഓഡീഷന് പിന്നെ പോകുമ്പോഴത്തേക്ക് നമ്മൾ സീറോ ഹോപ്പാണല്ലോ, ഒരു പ്രതീക്ഷയില്ല കിട്ടുമെന്ന് പോലും. എങ്ങനെയും കഴിഞ്ഞിട്ട് അടുത്ത ജോലി ഉണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പോഴാണ് ഇങ്ങനെ കിട്ടി സെലക്ഷൻ ആയിട്ട്. ഇത്രയധികം വരികൾ ഓർത്തിരിക്കണം, ഇത്രയധികം പാട്ടുകൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഓരോ വരികൾക്കും അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. അത് അത്രയും ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾ പറയും വേണം. അപ്പൊ ഈ വരികൾ ഓർത്തിരിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും? എന്താണ് അതിനുള്ള പ്രയത്നം? ഞാൻ വരികൾ കൂടുതൽ എഴുതി പഠിക്കും. ഒരു പാട്ട് ഞാനൊരു 10-30 പ്രാവശ്യം എഴുതി പഠിക്കും ഒരു പാട്ട്. എന്നാലും എനിക്ക് ഇമ്പോസിഷനൊക്കെ എഴുതുന്ന പോലെ. അതുപോലെ എന്നാലും എനിക്ക് ഓർത്തിരിക്കുള്ളൂ. ഞാൻ പെട്ടെന്ന് മറന്നു പോകും. എനിക്ക് പാടുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. അപ്പൊ ഈ A4 ഷീറ്റ് കഴിക്കാൻ തന്നെ നല്ലൊരു സംഗീത തോന്നുന്നുണ്ട്. ശരിയാണോ? ബുക്കിൽ ഫുള്ളും ഒരു പാട്ട് തന്നെ ഒരു 10-30 പ്രാവശ്യം മിനിമം എഴുതും. ഓക്കെ. എത്ര വട്ടം എഴുതി പഠിക്കേണ്ടത്? ഞാൻ പാട്ട് 2 പ്രാവശ്യമൊക്കെ എഴുതുള്ളൂ. പിന്നെ ആ ലൈൻസ് ഇങ്ങനെ വായിച്ചിട്ട് അത് ഇമാജിൻ ചെയ്യും ഇങ്ങനെ. അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ പഠിക്കും. ഓക്കെ. ഈ സ്വയം പെർഫോമൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാറ്? നിങ്ങളുടെ തന്നെ എപ്പിസോഡുകൾ വരുമല്ലോ, ഹോട്ട്സ്റ്റാറിലും യൂട്യൂബിൽ കട്ട്സ് ഒക്കെ ആയിട്ട് വരുമല്ലോ, അപ്പൊ അത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു ചില പാട്ടുകൾ കേൾക്കുമ്പോൾ. എന്താ കൃഷ്ണക്ക് എന്താ ഫീൽ ചെയ്യാ? ഞാൻ എന്റെ പാട്ട് തന്നെ അങ്ങനെ ഇരുന്ന് കേൾക്കാറില്ല. ഞാൻ എപ്പിസോഡ് എടുത്താല് വേറെ കുറെ പാട്ടൊക്കെ കേട്ടിരിക്കും. അല്ല, എന്നാലും കേൾക്കും. ചില പാട്ടുകൾ ഇമ്പ്രൂവ് ആയിരുന്നു തോന്നും, ചില പാട്ട് നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെ ശരിക്കും വളരെയധികം പ്രഷർ ഉണ്ട് ഈ 1ാം സ്ഥാനം 2ാം സ്ഥാനം SMS എന്താവും, അങ്ങനെ എന്താവും, നിങ്ങൾക്ക് ഇത് വിന്നർ ആവാൻ പറ്റുമോ, ഇപ്പൊ ഈ റോഡ് ടു ഫിനാലെ അങ്ങനത്തെ ഓരോ ഘട്ടങ്ങൾ വരുമല്ലോ, ഇതൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ ബേസിക്കലി ഓരോ പെർഫോമൻസിന്റെയും പ്രാക്ടീസിന്റെ ഇടയിൽ? അത്യാവശ്യം ഫിനാലോട്ട് അടുക്കുമല്ലേ, അതനുസരിച്ചുള്ള പ്രഷർ ഉണ്ട് എന്തായാലും. അത് വലിയ കാര്യത്തിൽ ബാധിക്കുന്നൊന്നുമില്ല അല്ലേ? ഒരു ടെൻഷനില്ലാത്ത ജീവിതം. ടെൻഷൻ ഉണ്ട്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അല്ല, എനിക്ക് ഫിനാലെ എന്നല്ല, എനിക്കിതിന് മുമ്പും ഉണ്ടായിരുന്ന ടെൻഷൻ. തുടക്ക സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ട്. ഓക്കെ. തുടക്ക സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഈ ഇത്രയും കാലം നിലനിൽക്കും ഐഡിയ ശാസ്ത്രജ്ഞ? ഇല്ല, ഇല്ല. ഞാന് ആദ്യം തന്നെ 18 പേരുണ്ടായിരുന്നല്ലോ, നമ്മളെങ്ങനെയാലും ഒന്ന് പാടിയിട്ട് എത്ര പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ ഓർത്താ കേറുന്നത്. ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ കേറുന്നത് തന്നെ. പാടി ടെൻഷൻ അടിച്ച് പാടി ഇറങ്ങി വരും. എന്താ എനിക്ക് അങ്ങനെ ഇതുവരെ വലിയ പ്രഷറൊന്നുമില്ല. സാധാരണ എനിക്ക് ഈ ഗ്രൂമിങ് ഡേയ്സും ഷൂട്ടും അടക്കം 6 ദിവസം ഉണ്ടാവും നമുക്ക്. ഈ 6 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പറ്റാ, ഇനി 6 ദിവസം ഞാൻ ചില്ല് ചെയ്യാൻ പോകും, അങ്ങനെ ഞാനായിരുന്നു. വീട്ടില് വെറുതെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. വീട്ടില് 3 ദിവസമൊക്കെ ബ്രേക്ക് ഉണ്ടാവും. പിന്നെ അപ്പൊ 3ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും പാട്ട് കിട്ടുക. അപ്പൊ 2 ദിവസം വെറുതെ ഇരിക്കല്ലേ, നമ്മൾ ഇത്രയും ദിവസം അവിടെ പോയി പഠിക്കുക, ഭയങ്കര പണികളല്ലേ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോ പിന്നെ എന്തോ മതിയോ, പിന്നെയും പാട്ടിട്ട് പോവാ. കണ്ണ അല്ലെങ്കിൽ ഇപ്പൊ പൂക്കൾ പൂക്കും തരണം, ഇതിലൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ തമിഴ് ലിറിക്സും അതുപോലെ അവരുടെ സാഹിത്യം ഒക്കെ വളരെ ഇൻവോൾവ്ഡ് ആണല്ലോ. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യണതൊക്കെ ആരായിരിക്കും? ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പറയണം, തമിഴാണ്, കുറച്ചധികം എഫേർട്ട് എടുക്കണം, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത് തരുന്ന ആരാ? എന്റെ മെന്റർ വീണ ചേച്ചിയാണ് എനിക്ക് കൂടുതലും ഹെൽപ്പ് ചെയ്യാറ്. എനിക്ക് തമിഴ് ഡിക്ഷൻ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ആദ്യം. പിന്നെ എങ്ങനെയായിരിക്കും? കുറെ തെറ്റായിരിക്കും വരിയെല്ലാം. ചിത്രം നമുക്ക് ഒരു
പേപ്പർ നിറച്ചെഴുതും വരി. മോളെ ഇതെല്ലാം ഭയങ്കരമായിട്ട് കണ്ടുപിടിക്കും ചിത്രമ്മ തമിഴ് ഡിക്ഷൻ. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ 2-3 പാട്ടുകൾ തമിഴ് പാടിയപ്പോൾ അങ്ങനെ ഉണ്ടായി. പിന്നെ ഞാൻ തമിഴിൽ തന്നെ അതിന്റെ അർത്ഥം നോക്കും. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ വൈശാഖേട്ടനൊക്കെ അവിടെ തമിഴ് വായിക്കാൻ അറിയാം. അപ്പോൾ ആ ലിറിക്ക് തന്നെ എടുത്തിട്ട്, അല്ലാണ്ട് അത് ഇംഗ്ലീഷിലേക്ക് എഴുതിയത് കുറച്ച് മാറ്റം ഉണ്ടാവും നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ വൈശാഖേട്ടൻ കുറെ തമിഴ് വായിച്ചു തരും, അതിന്റെ അർത്ഥം പറഞ്ഞു തരും. പിന്നെ എല്ലാ മെന്റേഴ്സും അദ്ദേഹമാണ് മറ്റേ വേലക്കാരിയായിരുന്നാണ് നീയൻ മോഹൻ വല്ലി ആ ലൈനിലെ മനസ്സിലായില്ല, അതൊരു പടത്തിന്റെ റെഫറൻസ്, അത് വിട്, പറഞ്ഞോ. അങ്ങനെ വൈശാഖേട്ടൻ ചെയ്യും. പിന്നെ അവിടെ എല്ലാ മെന്റേഴ്സിനും ഒരുവിധം തമിഴ് അറിയാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിത്രാമ്മ റിഹേഴ്സലിന് പാടുമ്പോ പറയും, അങ്ങനെ വിളിക്കും, ആ വരി എന്ന് പറയും. ഈ പൂക്കൾ പൂക്കും തരുണമെന്ന് പാടും. പൂക്കൾ പൂക്കും തരുണം ആദവനെ பார்த்ததாருமில்லையே, உலரும் காலை பொழுதே முழுமதியும் பிரிந்து போவதில்லையே, நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போதவில்லையே, ஏதவும் பேசவில்லையே, இன்றையேனோ ஏதவும் தோன்றவில்லையே, இது எதுவோ இரவும் விடியவில்லை, அது விடிந்தால் பகலும் முடியவில்லை, പൂന്തളിരേ. അടിപൊളി അടിപൊളി. ഇപ്പൊ ഈ പല സിംഗേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഡയറ്റ്, അവർ കഴിക്കുന്ന ഭക്ഷണം, ശബ്ദം നന്നായിരിക്കാൻ, ഇപ്പോൾ ദാസേട്ടൻ മറ്റേ ഫ്രിഡ്ജിലെ വെള്ളം കുടിച്ചിട്ടേ ഇല്ല, നേരെ മറിച്ച് SPB മറ്റേ ചിൽഡ് ബിയർ കുടിച്ചിട്ടും പാട്ട് പാടും, അങ്ങനെ പല പല തിയറീസ് ഒക്കെ കേട്ടിട്ട് പാട്ടുകാരെ അസോസിയേറ്റ് ചെയ്തിട്ട്. എന്തെങ്കിലും അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൽ എന്തെങ്കിലും നിർബന്ധങ്ങളുണ്ടോ? തണുപ്പ് കഴിക്കത്തില്ല, തണുത്ത വെള്ളം, ഐസ്ക്രീം അങ്ങനൊന്നും ഇല്ല. എത്ര കാലം ഉണ്ടാവും ഐസ്ക്രീം കഴിച്ചു? ഐസ്ക്രീം കഴിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഐസ്ക്രീം നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയിട്ട് ഇതായിട്ട് സെറ്റ് ആയിട്ടല്ല ഇറങ്ങുന്നത്, കുഴപ്പമില്ല. പക്ഷെ തണുത്ത വെള്ളം ഡയറക്റ്റ് കുടിക്കുമ്പോഴത്തേക്ക് ഇഷ്യൂ ആണ് തൊണ്ടയ്ക്ക്. തണുത്ത വെള്ളം കുടിച്ചിട്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ 2-2.5 വർഷത്തോളമായി. ഞാൻ അല്ലെങ്കിൽ തണുത്ത വെള്ളം അങ്ങനെ കുടിക്കാറില്ല, എനിക്ക് പെട്ടെന്ന് ജലദോഷം അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും, ത്രോട്ടിനൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ശബ്ദം നന്നാവാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? നന്നാൻ വേണ്ടിയിട്ട് തേൻ, കൽക്കണ്ടം, പിന്നെ ഇരട്ടി മധുരം ഇടയ്ക്ക് ഈ ഷോയുടെ സമയത്തൊക്കെ, പിന്നെ നമ്മള് ഗാർഗിൾ ചെയ്യും അങ്ങനത്തെ. എങ്ങനെ കഴിക്കാൻ പാടില്ല? ഞാൻ ആക്ച്വലി ഐസ്ക്രീം എല്ലാം നന്നായിട്ട് കഴിക്കുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഞാനൊരു 2 മാസമായിട്ട് കഴിക്കുന്നില്ല. ഇപ്പൊ ഫിനാലെ എല്ലാം ആവാറായില്ല, ഇനിയിപ്പോ നമുക്കൊരു അസുഖം വന്നാല് മാറ്റിയെടുക്കാൻ ടൈമില്ലല്ലോ, അത് വിചാരിച്ചിട്ട് ഇപ്പൊ കഴിക്കുന്നില്ല. പക്ഷെ ഞാൻ അല്ലാതെ പൊതുവെ എല്ലാം കഴിക്കും. ഇതേമാതിരി ഷൂട്ടിന്റെ ദിവസം തേൻ കഴിക്കും. തേൻ കഴിച്ചാല് പാടുന്ന സമയത്ത് തൊണ്ട ഡ്രൈ ആവില്ല, നല്ല എപ്പോഴും ഇങ്ങനെ ഇരിക്കും. എന്താ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്? മന്തി. എന്താ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്? എനിക്ക് ചോപ്സി. ചിക്കൻ ചോപ്സിയാ? അമേരിക്കൻ ചോപ്സി. ഓക്കെ. ഇപ്പൊ ഏതെങ്കിലും പാട്ട് പാടി കഴിഞ്ഞിട്ട് മറ്റേ അച്ഛനമ്മയും വാ നമുക്ക് ചോപ്സി കഴിക്കാം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ എന്റെ മെന്റർ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഷെഡ്യൂളും ഗോൾഡൻ സ്റ്റാർ വാങ്ങിയാൽ ചോപ്സി വെക്കാനുണ്ടാവും. ഓക്കെ. അങ്ങനെ ഉണ്ടാവും. എന്നാലും മന്തി കഴിച്ചേക്കാം, അങ്ങനെ തോന്നിയ ദിവസങ്ങളുണ്ടോ? എനിക്ക് മിക്കപ്പോഴും മന്തി കഴിക്കാൻ തോന്നാറുണ്ട്. ഞാനിവിടെ ഗ്രൂമിങ്ങിന് വരുമ്പം ഇടയ്ക്ക് പോയി വൈകിട്ട് കഴിക്കും മന്തി, ഓർഡർ ചെയ്യും. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് പോകും. ഷൂട്ട് നേരത്തെ കഴിയുവാണെങ്കിൽ നേരത്തെ പോകും. ഓക്കെ. ഇത് പ്രഷർ വരുമ്പോഴാണോ കഴിക്കുക, സന്തോഷം വരുമ്പോഴാണോ നല്ല ഭക്ഷണം കഴിക്കുക? അങ്ങനൊന്നുമില്ല, കഴിക്കാൻ ഒരു കഴിച്ചാൽ കൊള്ളാന്ന് തോന്നുമ്പോ. ഓക്കെ. ഇപ്പം ഈ ചിരിക്കുന്ന പാട്ടുകളുടെ സമയത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയിട്ടായിരുന്നു പാട്ടിന്റെ ഇടയില് ചിരി. അത് എന്നിട്ട് ബോധപൂർവ്വം ഇനി ചിരിക്കുന്ന കൈൻഡ് ഓഫ് പാട്ടുകൾ വേണ്ടാന്നും തീരുമാനിച്ചല്ലോ, അത് സ്വയം തോന്നിയതാ? ഇനി അങ്ങനെ ചിരിക്കുന്ന പാട്ടുകൾ റെപ്പിറ്റേഷൻ ആയി ചെയ്യണം, അതോ മെന്റർമാരുടെ സൈഡിലത്തെ സജഷൻ ആയിരുന്നു? അങ്ങനെയല്ല, എനിക്ക് കുറെ പാട്ട് അടുപ്പിച്ച് ചെയ്തുവല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു നീ മെന്റേഴ്സും പറഞ്ഞു എന്നാ പിന്നെ വേണ്ട. ഓക്കെ. അങ്ങനെ ആ സമയത്ത് ചിരിക്കുന്ന പാട്ടുകളുടെ ഒരു അംബാസഡർ ആയിട്ട് ഇദ്ദേഹം മാറിയിരുന്നു. ഈ ശ്വാസമേരത്തെ ചിരി അല്ലെങ്കിൽ മറ്റു പാട്ടുകളിലെ ചിരി
ഈ ചിരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രത്യേക പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ഷനോ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ശ്വാസമേക്ക് ഞാൻ കുറെ കഷ്ടപ്പെട്ടു ചിരി പഠിക്കാൻ. കാരണം അതൊരു ഒരു പ്രത്യേക തരം ഒരു ചിരിയാണ്. ആ. പക്ഷെ ഞാൻ സ്റ്റേജിൽ പാടിയപ്പോഴും ആ ചിരിയല്ല വന്നത്. പക്ഷെ ഞാൻ ചിരിച്ച് ചിരി വർക്കൗട്ട് ആയി ഓ അവിടെ. ഓ ഓ ഓ, അങ്ങനെയാ ആ. ഉണ്ടായത്. പക്ഷെ ആ ചിരി എനിക്ക് കിട്ടുന്നില്ല. ആ ചിരിയും ഒറിജിനൽ ആയിട്ടുള്ള കൃഷ്ണശ്രീയുടെ ചിരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒറിജിനൽ പാട്ട് പാടുമ്പോഴുള്ള ഇടയിലുള്ള ചിരിയും കൃഷ്ണശ്രീയുടെ ചിരിയും തമ്മിൽ ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അത് ഞാൻ ഉണ്ടാക്കി ചിരിക്കുന്നു. പാട്ട് പാടുമ്പോ അത് എന്നൊന്നും ഉണ്ടാക്കി ചിരിച്ചാ നോക്കട്ടെ. അയ്യോ അങ്ങനെ എന്നാ ശ്വാസമേ പാടും, അപ്പൊ ആ ചിരി കിട്ടൂല, നോക്കട്ടെ. ശ്വാസമേ ശ്വാസമേ என்ன சொல்லி என்ன சொல்லி என்னை சொல்ல കാതലെന്നും പെയ്യാത്തള്ള. ഓ ഇതിപ്പോ ആ പാട്ടിലുള്ള ചിരി പോലെയല്ല. ആ, 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 ആ. അടിപൊളി. എത്ര നേരം പ്രാക്ടീസ് ചെയ്ത ചിരി കിട്ടാൻ വേണ്ടിട്ട്? ഈ ചിരി പ്രാക്ടീസ് ചെയ്ത പോലെയല്ല വന്നത്. ആ, അപ്പൊ പിന്നെ അത് വേസ്റ്റ് ആയല്ലോ, പ്രാക്ടീസ് ഫുൾ വേസ്റ്റ്. എന്നാലും പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ചിരിക്ക് വേണ്ടി പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇല്ല, ആ. ചിരി അങ്ങനെ പ്രാക്ടീസ് കൊറേ നമ്മൾ ചിരിച്ചാൽ നമ്മുടെ തൊണ്ട പോകും, പിന്നെ നമുക്ക് പാടാൻ പറ്റില്ല. ഓ, 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 അപ്പൊ ഷൂട്ടിന്റെ ദിവസമൊന്നും ഞാൻ അധികം അങ്ങനെ വർത്താനം പറയുകയോ അങ്ങനെ ചിരിക്കൊന്നും ചെയ്യില്ല. ഓ, 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 ഓ. അങ്ങനെ ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ഇടണം, ഇപ്പൊ ഒരാൾ ചിരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു സൗണ്ട് എഫക്റ്റോ ഒക്കെ വേണമെങ്കിൽ അതിനു വേണ്ടിട്ട് വിധിരാജ് ഒരു പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവാറുണ്ടോ? അങ്ങനത്തെ പാട്ടുകൾ അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ മറ്റേ കേളടി നിന്നെ ആ ഒരു പാട്ട് ആ, പാടിയപ്പോ ആ. അത് എന്നൊരു സാധനം ഉണ്ടല്ലോ, ആ. അതിങ്ങനെ അതിങ്ങനെ കുറെ ട്രൈ ചെയ്തായിരുന്നു വരാൻ വേണ്ടിട്ട്. ഒരു Okay, പണ്ടത്തെ ഒരു okay, സ്റ്റൈലില് ആ, ആ ആ, ആ. പാട്ടിന് Retro match ആവും. vibe കിട്ടാൻ ആ. വേണ്ടിട്ട്. ആ, ആ, ആ. അങ്ങനെ കുറച്ച് ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഞാൻ നിങ്ങളുടെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ തന്നെ കളിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഒരു വാക്ക് പറയുന്നു, അതിൽ ഏറ്റവും അധികം ആ വാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പാട്ടുകൾ മാക്സിമം പാടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. റെഡിയാണോ? വാതിൽ. വാതിൽ പഴുതിലു വാതിലിൽ ആ വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ ടൈം ഔട്ട് ആയി. വാതുക്കല് വെള്ളരിപ്രാവ്. ആ, മതി, 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 മതി. പാട്ടില്ല. കാറ്റ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറ്റേ കാറ്റേ നീ പോങ്, കാറ്റിൽ ഇളം കാറ്റിൽ കാറ്റ് വന്നു കള്ളനെ പോലെ. പിന്നെ കാറ്റാടിത്തണലും. പൂവ്. പൂവേ 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 പാലപ്പൂവേ. ആ, പോയി. മഴ. പൂവേ. മഴയേ 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 മഴ പാടും കുളിരായി മഴനില കുളിരുമായി. വാനം. വാനം വാനം പോലെ വാനമകലുന്നുവോ വാനവില്ലേ. അമ്മ. അമ്മ. അയ്യോ, അമ്മ എன்ற അമ്മ എന്നറിയിക്കാതെ. പിന്നെ അമ്മേ അമ്മേ ആ. അമ്മ മഴക്കാറിനു എൻ്റെ അമ്മേ. പിന്നെ അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞോ അതോ ആ, വന്നാലും മതി. അച്ഛൻ തുടങ്ങും. സൂര്യനായി തഴയത്. ഉം. പിന്നെ ഇനിയും കൊതിയോടെ ആ വാക്ക് ആ, പറഞ്ഞോ. അല്ല അല്ല അല്ല, അത് ടഫ്. അതുകൊണ്ട് ഞാൻ അച്ഛനെ ശല്യപ്പെടുത്തി പറ്റിയുള്ള തരാം. ആ, ഓക്കെ. പിന്നെ ഇന്നലെ എന്റെ നെഞ്ചിലെ ആ, സാരല്ല, പോയി. മിനിമം. സ്നേഹം. സ്നേഹത്തിൻ പൂഞ്ചോല. സ്നേഹമേ ദിവ്യ അയ്യോ, അത് ആ, അത് കുഴപ്പമില്ല, അത് സാരല്ല, അത് പാട്ടായ മതി. പിന്നെ സ്നേഹിതനെ അറിയില്ല. ഇഷ്ടം. ഇഷ്ടം ഇഷ്ടം ഇഷ്ടമല്ലടാ. ഓക്കെ, നൈസ്. മതി മതി മതി. എന്നാലും ഈ ഇത്ര കുറച്ച് നേരം കൊണ്ട് ഓർത്തതിൽ ഞാൻ വീണ്ടും കൃഷ്ണശ്രീയെ തന്നെ വിജയിച്ചായി പ്രഖ്യാപിക്കുന്നു. അയ്യോ, ഇത് ഭയങ്കര ഒരു മെമ്മറി പവർ പിന്നെ ഉണ്ടല്ലേ. പിന്നെ ഭയങ്കര അത്ര ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ഒരു സ്ട്രോങ് ഏരിയ ആയിട്ട് എന്താ വിചാരിക്കുന്നത് കൃഷ്ണശ്രീ? വിധുചേട്ടന്റെ മെലഡീസ്, വിധുചേട്ടന്റെ ഏത് പാട്ട് പാടിയാലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ആ പാട്ടിന്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ വിധുചേട്ടന്റെ ഭയങ്കര ഫാനാണ്. ഓ, അത്
അത് വലിയൊരു എന്താ ശരിക്കും ഇനിയിപ്പോ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം? അതായത് ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ ആവുക എന്നുള്ളതാണോ, പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളതാണോ, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണോ? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ ഇത്? ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ ഞാൻ ഷോ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എനിക്ക് പ്ലേ ബാക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു മേഖലയാണ് പ്ലേ ബാക്ക് സിംഗ്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ലൈക്ക് ഓജീസ് കുറെ ഇറക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ കൂടുന്നുണ്ട്. എന്താ എന്താ ആഗ്രഹം? അതിനെപ്പറ്റിയൊന്നും ഞാനും ചിന്തിച്ചിട്ടില്ല. അപ്പൊ സ്റ്റാർ സിംഗർ അതിനെ കൊണ്ട് അങ്ങനെ പോട്ടെ. എന്നിട്ട് ഈ ടൈറ്റിൽ വിന്നർ ആവുക അത് വലിയൊരു ഡ്രീം ആയിട്ട് മനസ്സിൽ വിചാരിക്കുക അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇനിയുള്ള പാട്ടുകളൊക്കെ നന്നായി പാടാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ അല്ലാണ്ട് ഫിനാലയിൽ കയറണം, വിന്നറാവണം, അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ യെസ്, അടിപൊളി. അപ്പോൾ വലിയ അങ്ങനെ എന്താ പറയുക കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഇതിനൊരു ആർട്ടായിട്ട് മാത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം വേൾഡ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. അവിടെ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഉണ്ടാവുക, ഇതിനെ ഓരോ മൊമെൻറ്റും ഒരു ഗ്രോത്ത് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഫൈനലി ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ഇത് പാട്ട് പാടും. കാത്തു നിന്ന മഴ പോത്തു നിന്ന പുഴയോരം ഓരോന്നോർത്തു പാടും ഒരു പാട്ട് കൊണ്ടുവരവേൽക്കാം നിന്നെ. പാതിചാരിയൊരു വാതിലിന്റെ അഴിയോരം നീയാം നെയ്വിളക്കിനൊളി നീർത്തി നിൽക്കുമൊരു സന്ധ്യേ സന്ധ്യേ. എന്തായാലും ഇങ്ങനെ രണ്ട് ടാലൻറ്റുകളെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കിട്ടിയതും നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റിയതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. നിങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഇന്ത്യൻ സിനിമയുടെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റൽ എലമെൻറ്റ്സ് ആയിട്ട് മാറട്ടെ. വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഈ ആർട്ടിനെ ആ കലയുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് പഠിക്കാനും ഇനിയും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം, അത് കെട്ടുപോകാതിരിക്കട്ടെ രണ്ടുപേരുടെയും. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.